കഴിഞ്ഞ മുംബൈയുടെ 2 മാച്ചിലും സ്റ്റേഡിയത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ആരാധകർ തമ്മിൽ പരസ്പരം തല്ലായി. ഹാർദിക് പാണ്ഡ്യക്കെതിരെ വലിയ വിമർശനമാണ് സ്റ്റേഡിയത്തിൽ കേൾക്കാൻ സാധിച്ചത്. പാണ്ഡ്യയെ തല്ലാൻ വരെ ആരാധകർ കൈപോക്കി. സ്റ്റേഡിയം മുഴുവൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് കൂക്കുവിളികളായിരുന്നു. ഇപ്പോഴിതാ ഹാർദിക് പാണ്ഡ്യയ്ക്ക് വലിയ പണി കിട്ടിയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കഴിഞ്ഞ 2 മാച്ചും മുംബൈയിലായിരുന്നില്ല കളി നടന്നത്. എന്നിട്ടും മുംബൈ ഫാൻസ് ഹാർദിക് പാണ്ഡ്യക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി മുംബൈയുടെ അടുത്ത മത്സരം അത് ഏപ്രിൽ 1 രാജസ്ഥാനെതിരെയാണ്. ഈ മത്സരം നടക്കുന്നത് മുംബൈയുടെ തട്ടകമായ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ്. അതുകൊണ്ട് സ്റ്റേഡിയം മുഴുവൻ മുംബൈ ആരാധകരായിരിക്കും. ഇപ്പോഴിതാ മുംബൈ മാനേജ്മെന്റ് കുറച്ചും കൂടി സെക്യൂരിറ്റി കൂട്ടിയിരിക്കുകയാണ്. കാരണം കളി നടക്കുന്നത് മുംബൈയുടെ ഹോം ടൗണിലാണ്. അതുമാത്രമല്ല, ഹാർദിക്കിനെതിരെ വലിയ പ്രക്ഷോഭമാണ് നടക്കുന്നത്. അതുകൊണ്ട് IPL മാനേജ്മെന്റിനോട് സെക്യൂരിറ്റി വർദ്ധിപ്പിക്കണമെന്ന് മുംബൈ മാനേജ്മെന്റ് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഹാർദിക്കിന് വലിയ രീതിയിൽ തല്ല് കിട്ടാനുള്ള സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് എയർപോർട്ടിലും മറ്റും സെക്യൂരിറ്റി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, കഴിഞ്ഞ മത്സരം കഴിഞ്ഞതിന് ശേഷം ഹാർദിക് പാണ്ഡ്യയുടെ ഭാര്യയ്ക്കെതിരെയും വലിയ പ്രക്ഷോഭം നടന്നിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് അവർ നേരിട്ടത്. ഓരോ മാച്ച് കഴിയുന്തോറും പാണ്ഡ്യക്കെതിരെയുള്ള പ്രക്ഷോഭം കൂടി വരികയാണ്. പാണ്ഡ്യ ആരാധകർ കയ്യേറ്റം ചെയ്യുമെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യ ശ്രദ്ധിച്ചാണ് നടക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും പാണ്ഡ്യയ്ക്ക് പണി കിട്ടാം. ക്യാപ്റ്റൻസി മാറിയാലും മുംബൈ ടീമിന്റെ ഒരേ ക്യാപ്റ്റൻ അത് രോഹിത് ശർമ്മയാണ്. ആരാധകരുടെ മനസ്സിലും അത് അങ്ങനെ തന്നെയാണ്. പാണ്ഡ്യ ഫുള്ള് ഷോയാണ് കാണിക്കുന്നത്. 1 ഫാമിലി എന്നാണ് മുംബൈ ടീം എപ്പോഴും പറയാറ്. എന്നാൽ ഇപ്പോൾ മുംബൈ ടീമിൽ തന്നെ 2 ഫാമിലിയായി മാറിയിരിക്കുകയാണ്. ടീമിലെ താരങ്ങൾ തമ്മിൽ പരസ്പരം തല്ലായിരിക്കുകയാണ്. എന്തായാലും ഉടനെ തന്നെ പാണ്ഡ്യയെ മുംബൈ ടീം ക്യാപ്റ്റൻസിയിൽ നിന്ന് പുറത്താക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.